ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ അത്യുഷ്ണകാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാനിൻ്റെ സഹായമില്ലാതെയും എ സിയുടെ സഹായമില്ലാതെയും ഒന്നും നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ വളരെ ഈ ചൂട് കൂടിയ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അഥവാ നമുക്ക് എ സി അധിക നേരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി വരും. അതെ, നല്ല കറണ്ട് ബില്ലിൻ്റെ 8ൻ്റെ പണിയായിരിക്കും നമുക്ക് കിട്ടാം. അപ്പോൾ നമുക്ക് ഈ ഒരു വൈദ്യുതിയുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ കൂളാക്കാം, നമ്മുടെ റൂമൊക്കെ എങ്ങനെ കൂളാക്കാം എന്നുള്ളതാണ് ഈ ടിപ്പിൽ പറയുന്നത്. അപ്പോൾ അതിനായി ഞാനിത് ഒരു പാത്രത്തിൽ കുറച്ച് ഐസിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഐസ് വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഐസാണ്. അതെ, ഐസ് വെള്ളത്തിലേക്ക് ഇതുപോലെ ഐസ് പീസ് ഇട്ട് കൊടുക്കുക. അത് ഞാനൊരു ഗ്ലാസ്സിൽ വെച്ച ഐസ് പീസ് ആയതുകൊണ്ടാണ് ഇത്ര കട്ട് ചെയ്ത്. നമ്മൾ ഈ ഐസിൻ്റെ ബോക്സിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടാവും കിട്ടുക. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതേപോലെ നമുക്ക് ഐസ് വെള്ളത്തിലോട്ട് ഇതുപോലെ കുറച്ച് ഐസ് ഇട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫാനിൻ്റെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കണ്ട് നമ്മുടെ ഫാനിൻ്റെ നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ് ഞാൻ ഈ പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു കൂളിംഗ് കിട്ടാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ലൊരു റൂമിലൊക്കെ നല്ലൊരു കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി കൂടുതൽ കൂളിംഗ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് കൂടി ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് ഇങ്ങനെ ആവുന്ന സമയത്ത് തന്നെ കാറ്റ് തട്ടി കൂടുതലായിട്ട് നമ്മുടെ ഈ ഐസ് ഈ വെള്ളം കൂടി ഇതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് റൂമിൽ ഉണ്ടാവുക. ഇനി കുറച്ചും കൂടി കൂളായിരിക്കാനുള്ള ഒരു ടിപ്പും കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിനായി ഞാനിതൊരു കട്ടിയുള്ളൊരു തോർത്തോ അല്ലെങ്കിൽ ഒരു ടവലൊക്കെ ഇതുപോലെ മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നന്നായി ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല തണുപ്പുണ്ട്, ഇതുപോലെ നല്ലോണം ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം പതിയെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഓവറായിട്ട് പിഴിയേണ്ട, പതിയെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കാം. ഇനി ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഈ ടവല് അധികം പിഴിഞ്ഞിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് ഏതും ചെയ്യാട്ടോ, കുറച്ച് കട്ടിയുള്ളതായിരിക്കണമെന്നേ ഉള്ളൂ. ഇതുപോലെ അതിനുശേഷം ഇതും നമുക്ക് നമ്മൾ ഈ വെക്കുന്ന, അതായത് നമ്മൾ ഈ പാത്രം വെക്കുന്ന ഫാനിൻ്റെ തൊട്ട പിറകിലായി ഇതും നമുക്ക് വെച്ച് കൊടുക്കാം. ഫാനിൻ്റെ ആ സ്ട്രൈറ്റിൽ തന്നെ നമുക്ക് ഇതും വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലോണം നമുക്ക് നമ്മുടെ റൂമിൽ ഒരു കൂളിംഗ് ലഭിക്കും കേട്ടോ. നല്ലൊരു തണുപ്പ് തന്നെ നമുക്ക് ലഭിക്കും. ഇത് ഏകദേശം ഒന്ന് ഉണങ്ങി വരുന്നത് വരെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഐസൊക്കെ ഒന്ന് അലിഞ്ഞ് ഐസ് ഈ വെള്ളത്തിൽ നന്നായി ഒന്ന് സ്പ്രെഡായി നല്ലൊരു തണുപ്പ് ആ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് നിലനിർത്തും. അപ്പോൾ താൽക്കാലിക കൂളിങ്ങിനൊക്കെയായി നമുക്ക് ഈ ഒരു ടിപ്പ് പ്രാവർത്തികമാക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഈ ഒരു സ്വാഭാവികമായുള്ള ഈ കൂളിങ് പോകുന്നത് വരെ നമുക്ക് ആ ഒരു കൂളിങ് നമുക്ക് റൂമിൽ നിലനിർത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ടിപ്പാണ്, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.